രാഹുൽ തെളിവ് ചോദിച്ചപ്പോ ഇയാള് എനിക്ക് തെളിവൊന്നും ആവശ്യമില്ല, ഇയാൾ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിത്തെ പേപ്പേഴ്സും സാധനമൊക്കെ ഉയർത്തി കാണിച്ച് ചോദിച്ചപ്പോ അയാൾ അത് മുഴുവൻ തള്ളാണ്. എനിക്ക് എന്റെ ന്യായം എന്റെ ഇതും മതി, എനിക്ക് പ്രമാണമില്ല എന്നാണ് അയാള് കമന്റ് ചെയ്തത്. രാഹുലിന്റെ ഒരു പ്രതികരണം ഉണ്ട്. ഒരു പിയർ റിവ്യൂഡ് റിസർച്ച് പറയൂ സാർ, ഒരു പിയർ റിവ്യൂഡ് റിസർച്ച് പറയൂ. അങ്ങയുടെ ഫിലോസഫി അല്ലാതെ ഡേറ്റ ബാക്ക്ഡ് ആയിട്ട് ഒരു റിസർച്ച് പറയൂ. ഞാൻ അങ്ങനെ 10 റിസർച്ച് എടുത്തിട്ടുണ്ട്, ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, ഓക്സ്ഫോർഡ് അടക്കമുള്ള 10 റിസർച്ച്. അങ്ങയുടെ നിലപാടുകൾ സ്ഥാപിക്കാൻ ഒരു റിസർച്ച് പറയൂ. എനിക്ക് ഈ മേഖലയിലകത്ത് ഒരാളുടെയും പ്രമാണം ആവശ്യമില്ല. കറക്റ്റ്, അതായത് റിസർച്ച് ആവശ്യമില്ല. ഞാൻ എന്റേതായ ഡയലോഗുകൾ ഉണ്ടാക്കി, ഞാൻ എന്റെ തൊള്ളോണ്ട് അങ്ങനെ തല്ലും, അതങ്ങനെ കേൾക്കുക. എനിക്ക് എന്റെ തൊള്ള ന്യായം, ആ തൊള്ള എല്ലാവരും സ്വീകരിക്കണം എന്നതാണ് ഇപ്പൊ ഒരു ചുരുക്കം. ഇയാള് പറയുന്നുണ്ട് നീ ആരാ പ്രസിഡന്റ് ആണോ? അത് പറയാ നീ ആരാ പ്രസിഡന്റ് ആണോ? അപ്പോ പിന്നെ ഇയാള് ചോദിക്കുന്നുണ്ട് താനാരാ, തനിക്കറിഞ്ഞുകൂടാ. ഫുള്ള് ഇങ്ങനത്തെ ഒരു എന്താ പറയാ, ഞാൻ വലിയ അറിവാളനാണ്, എനിക്ക് എന്തൊക്കെയോ വലിയ ചിന്തകളുണ്ട് എന്ന് പറയുന്ന കുറെ ഡയലോഗുകൾ ഇയാൾ പറയാം. ഇയാൾ വേറെ ഒരിക്കൽ പറയുന്നുണ്ട് നീ അതല്ല എന്നോട് ചോദിക്ക്, എന്നോട് ചോദിച്ചു മനസ്സിലായി. ഇയാള് സംവാദത്തിലൊരു ഇത് ചോദിക്കാല്ലേ, ഇയാളോട് ചോദിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു മനസ്സിലായി. അതാണ് നമ്മളെ ചെക്കനോട് പറഞ്ഞത്, ബാസിനോടെ ചോദിക്ക. അപ്പോഴാണ് നിങ്ങളടുത്ത് ചോദിക്കാൻ വന്നല്ലേ. പിന്നെ ഇയാള് ഇന്ത്യക്കാരെ മൊത്തം ലോകത്തെ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, മണ്ടന്മാരാക്കുന്നുണ്ട്. ലോകം മുഴുവൻ മണ്ടന്മാരാച്ചിട്ട് ആ മണ്ടത്തരത്തിൽ അതെന്താ പറയുക, മൂപ്പരേ ലോകം മുഴുവൻ ഒരൊറ്റ അതിർത്തിയുള്ള രാജ്യമാക്കാൻ വേണ്ടി ഇപ്പൊ പരിശ്രമിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അതിന്റെ ഭാഗമാണ് എല്ലാരും ഇങ്ങനെ ഈ സാധനമൊക്കെ കൊടുത്ത് മറ്റേ നിയന്ത്രിത ഉപയോഗമുള്ള ആളുകളാക്കി മാറ്റുന്നത്. അപ്പൊ പിന്നെ അതിർത്തിയും സാധനം ബോധ്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കുറഞ്ഞ രാജ്യങ്ങളിൽ മാത്രമാണ് ഈ പിന്നെ ലഹരി വസ്തുക്കൾ അനുവദിച്ചത് എന്ന് പറയുമ്പോ പിന്നെ ലോകം മുഴുവൻ മണ്ടന്മാരായതിന് ഞാൻ എന്താ ചെയ്യാന്നാണ് ചോദ്യം.